बच्चों, सबको मेरा नमस्कार। आज हम देखेंगे रामवृक्ष बेनीपुरी द्वारा लिखित रेखाचित्र रसिया पाठ के अंतिम भाग. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു റസിയൻ്റെ ഹസ്ബൻഡ് ഹസനുമായിട്ട് പട്ടണത്തിലേക്ക് വളയും അതുപോലെ തന്നെ കച്ചവടത്തിന് ആവശ്യമായിട്ടുള്ള ബാക്കി സാധനങ്ങളും വാങ്ങാൻ പോകുന്നു. അവിടെ വെച്ച് നമ്മുടെ രാംവൃക്ഷ് ബേനിപുരിജീനെ കാണുന്നു, സംസാരിക്കുന്നു. കുറച്ചു കാലങ്ങളായിട്ട് അവർ കാണാറേ ഇല്ല. അപ്പോൾ ഗ്രാമത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നു. പിന്നെ രാംവൃക്ഷ് ബേനിപുരിജീൻ്റെ വൈഫിന് കുറച്ച് വള കൊടുത്തിട്ട് റസിയും ഹസനും അവിടെ നിന്ന് പോവുകയാണ്. അതിന് ശേഷമുള്ള പാരഗ്രാഫ് ഇല്ലെങ്കിൽ അത് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടുള്ള വേറൊരു സിറ്റുവേഷനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. हम तो अचानक उस दिन उसके गांव में पहुंच गया. चुनाव का चक्कर जहां न ले जाए, जिस औखट घाट पर न खड़ा कर दे. नाक में पेट्रोल के धुआं की गंध, कान में सोइन सोइन की आवाज़, चेहरे पर दर्द गुबार का अंबर परेशान बदहवास. किंतु उस गांव में जो ही मेरी जीप घुसी, मैं एक ഖാസ് കിസ്മ की भावना से अभिभूत हो गया. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം രാംവൃക്ഷ് ബേനിപുരിജി രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും ഇലക്ഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് റസിയൻ്റെ ഗ്രാമത്തിലേക്ക് പോവുകയും ചെയ്യുന്ന സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം അചാനക് ഉസ് ദിൻ പെട്ടെന്നൊരു ദിവസം റസിയൻ്റെ ഗ്രാമത്തിലേക്ക് പോകേണ്ടി വന്നു. ഗാവുമേ പഹുഞ്ചുകയ ഉസ്കെ ഗാവുമേ പഹുഞ്ചുകയ അവളുടെ ഗ്രാമത്തിലേക്ക് എത്തി. ആ ചുനാവ് കാ ചക്കർ ഇലക്ഷൻ്റെ ഇലക്ഷന് വേണ്ടി നമ്മൾ പല സ്ഥലത്ത് പോകേണ്ടി വരുമല്ലോ, അതുപോലെ റസിയൻ്റെ ഗ്രാമത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആ ഒരു ഔക്കട്ട് ഘാട്ട് पर ना खड़ा कर दे, नाक में पेट्रोल के धुआं की गंध. അതായത് അവർ ആ ദുർഗമമായിട്ടുള്ള വഴിയിലൂടെ അവളുടെ ഗ്രാമത്തിലെത്തി. അവിടെ അവരുടെ വണ്ടിയിൽ നിന്ന് വരുന്ന പെട്രോളിൻ്റെ ഗന്ധവും അതുപോലെ തന്നെ സോയിൻ സോയിൻ എന്ന് പറയുന്ന ശബ്ദങ്ങളും എല്ലാം കൂടെ ചേരെ പർ ദർദ് ഗുബാർ കാ അംബർ പരേശാൻ, ഭയങ്കര ടെൻഷനും എല്ലാം ആയിട്ട് അവിടെ എത്തി. പക്ഷെ ആ ഗ്രാമത്തിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ജീപ്പ് കടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ ആ ഇലക്ഷൻ്റെ ആൾക്കാർ രാഷ്ട്രീയക്കാരെല്ലാവരും കൂടെ ആ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചെങ്കിലും അദ്ദേഹത്തിന് ഒരു ഏക് ഖാസ് കിസ്മ കി ഭാവന സെ അഭിഭൂത് ഹോ ഗയ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഫീലിങ്സ്, ആ ഒരു ഇലക്ഷൻ്റെ ഫീലിങ്സ് അല്ല, അവളുടെ ഗ്രാമത്തിലെത്തി എന്നുള്ള ആ ഒരു ഫീലിങ്സ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു. അല്ലെങ്കിൽ ഒരു ഖാസ് കിസ്മ, ഒരു സ്പെഷ്യൽ സ്റ്റോറീൻ്റെ ഒരു ഫീലിങ്സ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു. ए रसिया का गाँव है, यहाँ रसिया रहती थी. किंतु क्या आज मैं ये भी पूछ सकता हूँ कि यहाँ कोई रसिया नाम की झूठी हारिन रहती थी या है? ഹസൻ കാ നാം ലേനെ മേ ബി ശർമ്മ ലഗ്തി ഥി. അപ്പോൾ ഇത് റസിയൻ്റെ ഗ്രാമമാണ്. റസിയ ഇവിടെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് അദ്ദേഹത്തിന് ചോദിക്കാം, ആരെങ്കിലും വിളിച്ചിട്ട് ഇവിടെ റസിയ എന്ന് പറയുന്ന ഒരു ചുടിഹാരിൻ വള വിൽക്കുന്ന ലേഡി ഇവിടെ താമസിച്ചിരുന്നോ എന്ന് ചോദിക്കാം. പക്ഷേ ഹസൻ്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ചോദിക്കാൻ എന്തോ ഒരു ലജ്ജ ഫീൽ ചെയ്തിട്ട് റസിയൻ്റെ പേര് ചോദിച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. പക്ഷേ मैं वहाँ नेता बनकर गया था. मेरा जयकार हो रहा था. कुछ लोग मुझे घेरे खड़े थे. जिसके दरवाजे पर जाकर पान खाऊंगा वह अपने को बदभागी समझेगा. जिससे दो बातें कर लूँगा वह स्वयं चर्चा का एक विषय बन जाएगा. इस समय मुझे कुछ ऊंचाई पर ही रहना चाहिए. പക്ഷേ ഇപ്പോൾ രാംവൃക്ഷ് ബേനിപുരിജി ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് ആ ചെറിയ ഗ്രാമത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ പോരാത്തത് അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരുപാട് ആൾക്കാരുടെ കൂട്ടമുണ്ട്. ഘേരയെന്ന് വെച്ചാൽ വളയം, ചുറ്റും നിൽക്കുന്നുണ്ട്. അപ്പോൾ ആരുടെയെങ്കിലും ജിസ്കെ ദർവാസെ പർ, ആരുടെയെങ്കിലും വീട്ടിൻ്റെ വാതിലിൽ പോയിട്ട് ഇല്ലെങ്കിൽ അവരുടെ വീട്ടിൽ കയറി എന്തെങ്കിലും കഴിച്ചാലോ ഇല്ലെങ്കിൽ അവരെക്കുറിച്ച് സ്പെഷ്യലായിട്ട് അവരെക്കുറിച്ച് അന്വേഷിക്കുകയോ ചെയ്താൽ ആൾക്കാരുടെ ചർച്ചാ വിഷയം അതാവും. നേതാവിന് ആ വീട്ടുകാരെ അറിയാം, അവർ തമ്മിൽ നല്ല കണക്ഷനാണ്. അങ്ങനെയുള്ള വെറുതെ ആവശ്യമില്ലാത്ത ഒരു ടോക്കിന് സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ ആവും. കാരണം എന്താ എന്ന് വെച്ചാൽ ജിസ്മേ ദോ ബാത്തേം പർ
लोग व स्वयं चर्चा का एक विषय बन जाएगा. ആ ചോദിക്കുന്ന ആളും ഒരു ചർച്ചേൻ്റെ വിഷയമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ഒരു നേതാവാണ്. കുച്ച് ഊഞ്ചായി പർ ഹി രഹന ചാഹിയെ. അദ്ദേഹം ഒരു ഉയർന്ന സ്ഥാനത്തിൽ തന്നെയാണ്. അതുകൊണ്ട് അത് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് കണ്ടും കേട്ടും പെരുമാറണം. അതുകൊണ്ട് റസിയനെക്കുറിച്ച് ഒന്നും അദ്ദേഹം ചോദിച്ചില്ല. जीप से उतर कर लोगों से बातें कर रहा था, या यूं कहिए कि कल्पना के पहाड़ पर गड्ढे खोकर एक आने वाले स्वर्णयुग का संदेश लोगों को सुना रहा था. किंतु दिमाग में कुछ गुत्थियां उलझी थी. जीभ अभ्यासवश एक काम किए जा रही थी. अंदर मन कुछ दूसरा ही थाना बाना बुन रहा था. दोनों में कोई तारतम्य न था, किंतु इसमें से किसी एक की गति में भी बाधा क्या डाली जा सकती थी. അപ്പോൾ ജീപ്പിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം ജനങ്ങളുടെ അടുത്ത് ലോകം സെ ബാത്തോം കർ റഹാത്ത, ജനങ്ങളുടെ അടുത്ത് സംസാരിക്കുകയാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്. സംസാരിക്കുക എന്ന് പറഞ്ഞാൽ പോരാ. കൽപ്പന കി പഹാഡ് പർ ഗഡ്ഡെ ഖോക്കർ एक आने वाले स्वर्णयुग का संदेश लोगों को सुना रहा था. വെറുതെ സംസാരിക്കുകയല്ല, ഇമാജിനേഷൻ്റെ, അതായത് ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ അത് ചെയ്യും, ഇത് ചെയ്യും, വലിയ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരും, അങ്ങനെ ഒരുപാട് ഇമാജിനേഷൻ, കൽപ്പനകളുടെ വലിയൊരു പർവ്വതം തന്നെ ജനങ്ങൾക്ക് മുന്നിൽ നിരത്തുകയാണ്. വരാൻ പോകുന്ന സുവർണ കാലഘട്ടത്തെക്കുറിച്ച് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദിമാഗ്, ബ്രെയിനിൻ്റെ അകത്ത് എന്തൊക്കെയോ കിടന്ന് കറങ്ങുന്നുണ്ട്. അതായത് ഇദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരം ഒരു സ്ഥലത്തും മനസ്സ് വേറൊരു സ്ഥലത്തും ആവുമ്പോഴുള്ളൊരവസ്ഥ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ദിമാഗിൽ എന്തൊക്കെയോ സാധനങ്ങൾ കിടന്ന് മറിയുന്നുണ്ട്. ജീപ്പ് അഭ്യാസ് ഏക് കാം കിയേ ജാ രഹി ഥി. അദ്ദേഹത്തിന് സംസാരിച്ച് അതൊരു പ്രാക്ടീസ് ആയതുകൊണ്ട് തന്നെ അവരുടെ നാവ് അത് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ അന്തർമൻ കുച്ച് ദൂസറാ ഹി ബാന ബുൻ റഹാ താ. പക്ഷെ അന്തർമൻ, ഉൾമനസ്സുണ്ടല്ലോ, അത് വേറെ എന്തൊക്കെയോ ഇങ്ങനെ പുതിയ കാര്യങ്ങൾ നെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വേറെ എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളും അദ്ദേഹം പറയുന്ന കാര്യങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഏക് ഹി ഗതി മേ ബി ബാധ ക്യാ ഡാലി ജാ സക്തി തി. പക്ഷെ ആ ഒരു കുഴപ്പമില്ലാതെ ഒന്ന് തടസ്സമാവോ ഇല്ലയോ എന്നില്ലാതെ അതിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ദിമാഗിൻ്റെ അകത്ത്, അന്തർമൻ്റെ അകത്ത് അന്തർമനിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. कि अचानक लो एक क्या वह रसिया चली आ रही है. रसिया वह बच्ची, अरे रसिया फिर बच्ची हो गई. कानों में वो ही बालियाँ, गोरे चेहरे पर वो ही नीली आंखें, वही भरबाग की कमीज, वो ही कुछ लटे चिने संभालती बड़ी आ रही है. बीच में 40-45 साल का व्यवधान. अरे मैं सपना तो नहीं देख रहा. दिन में सपना. वह आती है, घब्बर ऐसी भीड़ में घुसकर मेरे निकट पहुंचती है, सलाम करती है और मेरा हाथ पकड़कर कहती है, चलिए मालिक मेरे घर. അപ്പോൾ ഇദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, മനസ്സിൽ വേറെ എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? റസിയ ചലി ആ രഹി ഹെ. റസിയ അങ്ങോട്ടേക്ക് വരികയാണ്. ഓൾറെഡി പറഞ്ഞു റസിയനെ കുറിച്ച് ചോദിക്കണമെന്ന് മനസ്സിലുണ്ട്, അവളുടെ ഗ്രാമത്തിലാണ് വന്നിരിക്കുന്നതെന്ന്. പക്ഷെ ചോദിച്ചാൽ അത് ചിലപ്പോൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടും, ഇല്ലെങ്കിൽ അതൊരു ചർച്ചയ്ക്ക് വിഷയമാകുമെന്ന് ഓർത്തിട്ട് ഇദ്ദേഹം ഒന്നും മിണ്ടാതെ, നേതാവ് ചമഞ്ഞ്, ഇല്ലെങ്കിൽ നേതാവാണല്ലോ, അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ചിട്ട് ജനങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ റസിയ ഇങ്ങനെ നടന്നു വരികയാണ്. റസിയ വാ ബച്ചി, അരേ റസിയ ഫിർ ബച്ചി ഹോ ഗയി. അപ്പോൾ റസിയ, പണ്ടത്തെ ആ റസിയ ഉണ്ടല്ലോ, ആ കുട്ടി, അവൾ നടന്നു വരികയാണ്. അപ്പോൾ ഇദ്ദേഹം ആലോചിക്കുകയാണ്, അയ്യോ റസിയ വീണ്ടും കുട്ടിയായോ? മീൻസ് ആ ചെറിയ റസിയാണ് നടന്നു വരുന്നത്. ടീനേജ് ആയിട്ടുണ്ടായിരുന്ന ആ സമയത്ത് ഇവർ കണ്ടല്ലോ, ആ സമയത്ത് റസിയ കാതിലണിഞ്ഞിരിക്കുന്ന ആ ബാല്യം, വെള്ളീൻ്റെ തന്നെ കമ്മലുകൾ ഇട്ടിട്ടുണ്ട്. അതേ വെളുത്ത മുഖത്ത് ആ നീല കണ്ണുകളുണ്ട്. അതുപോലെ റസിയ പണ്ട് ഇട്ടിട്ടുണ്ടായിരുന്ന പോലത്തെ ഫുൾ
സ്ലീവ് ആയിട്ടുള്ള കമീസ് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. എല്ലാം റസിയനെ പോലെ തന്നെ ഉണ്ട്. അവൾ മുന്നോട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്ര ഒരു 10-15 വയസ്സായിട്ടുള്ള ആ ഒരു കുട്ടി, ഇല്ലെങ്കിൽ ആ ടീനേജ് സമയത്ത് ഇവർ കണ്ട ആ റസിയ തന്നെയാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയണ അരേ മേ സപ്ന തോ നെഹി ദേഖ് രഹാ ദിൻമേ സപ്ന, ഞാനിനിയിപ്പോൾ സ്വപ്നം കാണുകയാണോ? റസിയ, ആ കുട്ടി റസിയ തന്നെയാണല്ലോ നടന്നു വരുന്നത്. ഇനിയിപ്പോൾ ദിവാസ്വപ്നം കാണുകയാണോ? പകലിൽ ഞാൻ സ്വപ്നം കാണുകയാണോ? എന്താ പറ്റിയ ഈശ്വര എന്ന് ഓദർ രാംവൃക്ഷ് ബേനിപുരിജി ആലോചിക്കുകയാണ്. അപ്പോഴത്തേനും ആ കുട്ടി അടുത്ത് വന്നു. ആ തിരക്കൊക്കെ മാറ്റി അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് സലാം പറയാണ്. സലാം പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയാണ്, വരൂ മാലിക് മേരെ ഘർ, എൻ്റെ വീട്ടിലേക്ക് വരൂ സാറേ എന്ന് പറയാണ്. അല്ലെങ്കിൽ മുതലാളി വരൂ, നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. मैं बहुत चौंका, कुछ सूझ नहीं रहा, कुछ समय में नहीं आ रहा, कुछ समझ में नहीं आ रहा. लोग मुस्कुरा रहे हैं. नेताजी, आज आपकी खलाई गुल कर रही नहीं, ये सपना है कि कानों में सुनाई पड़ा. एक कह रहा है कैसी शौक है लड़की, और दूसरा बोलता है ठीक अपनी दादी जैसी, और तीसरे ने मेरे होश की दवा दी, ये रसिया की पोती है बाबू. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഞെട്ടിത്തരിച്ച് നിന്നുപോയി. കാരണം ഓൾറെഡി റസിയനെ കുറിച്ച് ചോദിക്കണം എന്ന് വിചാരിച്ചിട്ട് ചോദിക്കാതിരുന്നതാണ്. അപ്പോഴത്തേനും റസിയനെ പോലെയുള്ള ഒരാൾ, ഇല്ലെങ്കിൽ റസിയ വന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് വീട്ടിലേക്ക് പോവാമെന്ന് പറയാണ്. അപ്പോൾ അത്രയും ഒരു റിലേഷൻ, അല്ലെങ്കിൽ അത്രയും ഒരു ആത്മബന്ധം ഇവർ തമ്മിലുണ്ട് എന്ന് കണ്ട് നിൽക്കുന്നവർക്ക് അറിയാമല്ലോ. അല്ലാതെ ഒരാൾ വന്ന് കയ്യിൽ പിടിച്ചിട്ട് വീട്ടിലേക്ക് പോവാമെന്ന് പറയൂലല്ലോ. അപ്പോൾ ഇദ്ദേഹം ഞെട്ടിത്തരിച്ച് ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുകയാണ്. കൂട്ടം കൂടി നിൽക്കുന്ന ആൾക്കാരൊക്കെ ചിരിക്കാൻ തുടങ്ങി. ആൾക്കാരുടെ മനസ്സിൽ എന്താണ്, നേതാജി ആജ് ആപ്കി കലായി ഗുൽക്കർ റഹി, ഇന്ന് നിങ്ങളുടെ കള്ളി വെളിച്ചത്തായി എന്ന് പറയൂലേ, അങ്ങനെ അത് മനസ്സിലായി എന്ന രീതിയിൽ ആൾക്കാർ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അല്ല, ഇത് സ്വപ്നമല്ല എന്ന് മനസ്സിലായി. കാരണം എന്തൊക്കെയോ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്കാർ പറയുന്നത് എന്തൊക്കെയോ കേൾക്കുന്നതുകൊണ്ട് അത് സ്വപ്നമല്ല എന്ന് വ്യക്തമായി. അപ്പോൾ ഒരാൾ പറയുന്നുണ്ട്, എന്താ പെൺകുട്ടി, നല്ല സ്മാർട്ടായിട്ടുള്ള പെൺകുട്ടി എന്നൊരാൾ പറയുന്നുണ്ട്. വേറെ കുറച്ച് പേര് പറയുന്നുണ്ട് ടീ കപ്നി ദാദി ജൈസി, ശരിക്കും അവളുടെ മുത്തശ്ശീനെ പോലെ തന്നെ ഉണ്ട്. മൂന്നാമതൊരാളാണ് ഇദ്ദേഹത്തിൻ്റെ ഇത് സ്വപ്നമല്ല, ശരിക്കും നടക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുന്ന ഡയലോഗ് പറഞ്ഞത്. തീസ്രേനെ മേരെ ഹോഷ് കി ദവാ ദി, ബോധം വരാനുള്ള മരുന്ന് കൊടുത്തു എന്ന് പറഞ്ഞാലും ബോധം വെക്കാനുള്ള ആ ഒരു ഡയലോഗ് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഏ റസിയാക്കി പോത്തി ഹേ ബാബു, അതെ സാർ, ഇത് റസിയ അല്ല, റസിയൻ്റെ പേരക്കുട്ടിയാണ് എന്ന് പറഞ്ഞു. बेचारी बीमार पड़ी है, आपकी चर्चा अक्सर किया करती है, बड़ी तारीफ करती है. बाबू फुर्सत हो तो आज ज़रा देख लीजिए ना, जाने बेचारी जीती है या. അപ്പോൾ പറയാണ്, ഇത് റസിയ അല്ല, റസിയൻ്റെ പേരക്കുട്ടിയാണ്. റസിയ ഇപ്പോൾ വയ്യാതെ കിടക്കുകയാണ്. ബീമാരി പടി ഹെ, പാവം ബേചാരി, പാവം ബീമാർ പടി ഹെ, വയ്യാതെ കിടക്കുകയാണ്. ആപ്കി ചർച്ച അക്സർ കിയാ കർത്തി ഹെ, എപ്പോഴും നിങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കും അവൾ. ബഡി താരിഫ് കർത്തി ഹെ, ഭയങ്കര ബഹുമാനമാണ്, റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ആദരിക്കുന്നുണ്ട് താങ്കളെ. സാർ, തിരക്കില്ലെങ്കിൽ സറാ ദേഖ് ലീജിയെ, ഒന്ന് ഫുർസത്ത് എന്ന് വെച്ചാൽ ബിസി, തിരക്ക്, നിങ്ങൾക്ക് തിരക്കൊന്നും ഇല്ലെങ്കിൽ ഒന്ന് പോയി നോക്കിയിട്ട് വരുമോ, അവൾ ജീവനോടെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്കിയിട്ട് വരുമോ, അത്രയും അവൾക്ക് വയ്യ എന്ന് പറയാണ്. मैं रसिया के आंगन में खड़ा हूँ, ये छोटे छोटे साफ सुथरे घर, ए लिफा पोता चिकन डुर आंगन, बड़ी पूरी गृहस्थी, मेहनत और दयानत की भेन, हसन चल बसा है किंतु अपने पीछे 3 हसन छोड़ गया है. അപ്പോൾ ഇദ്ദേഹം റസിയൻ്റെ വീട്ടുമുറ്റത്തെത്തി. മീൻസ് റസിയനെ കാണാൻ വേണ്ടി പോയി. നല്ല വൃത്തിയുള്ള ഒരു ചെറിയ വീട്, ഹസൻ്റെയും റസിയൻ്റെയും കഷ്ടപ്പാടിൻ്റെ ഒരു കുഞ്ഞ് സുന്ദരമായിട്ടുള്ള വീട്. അവിടെ എന്താണ്, ഹസൻ മരിച്ചു പോയി. ഹസനെ പോലുള്ള 3 ആളെ വിട്ടിട്ട് പോയി എന്ന് പറഞ്ഞാൽ അവർക്ക് 3 ആൺകുട്ടികളായി കേട്ടോ. അപ്പോൾ അതിൽ ബഡാ ബേട്ട കൽക്കത്ത കമാത്താ ഹേ,
मंजिला पुश्तैनी पेश में लगा है, छोटा घर में शहर में पढ़ रहा है, ए बच्ची बड़े बेटे की बेटी. അതായത് 3 മക്കളുണ്ട്. ഒരാൾ കൽക്കത്തയിലാണ്, വേറൊരാൾ ജോലി ചെയ്യുന്നുണ്ട്, പിന്നെ ചെറിയ ആൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ റസിയനെ പോലെ വന്ന കുട്ടി ഉണ്ടല്ലോ, 10-14 വയസ്സായ കുട്ടി മൂത്ത മോൻ്റെ മോളാണ്. അപ്പോൾ ഹിന്ദിയിലൊരു കഹാവത്തുണ്ട്, ദാദാ കാ സിർ പോത്തേ മേ ദാദി കാ ചെഹ്റ പോത്തി മേ. അതായത് മുത്തശ്ശൻ്റെ തല ആൺ പേരക്കുട്ടിയിലും മുത്തശ്ശീൻ്റെ മുഖം പെൺ പേരക്കുട്ടിയിലും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മുത്തശ്ശീൻ്റെ മുഖമാണ് ഇപ്പോഴത്തെ പേരക്കുട്ടി റസിയയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ഹുംകു റസിയ ദൂസരി റസിയ മേരി ഉംഗലി പക്കടെ ആംഗൻ സെ പുകാർ രഹി ഹെ, ദാദി ഓ ദാദി ഘർ സെ നിക്കൽ മാലിക് ദാദാ ആ ഗയേ. അപ്പോൾ ഒരു റസിയ അവിടെ കിടക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ വീടിനകത്തുണ്ട്. റസിയനെ പോലുള്ള അതേ റസിയ എൻ്റെ വിരലിൽ പിടിച്ചിട്ട് ഇപ്പം മുറ്റത്ത് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആ കുട്ടി എന്താ വിളിച്ചു പറയുന്നേ? ദാദി ഓ ദാദി ഘർ സെ നിക്കൽ മാലിക് ദാദാ ആ ഗയേ. ദാദി, മുത്തശ്ശി പുറത്ത് വരൂ, നമ്മുടെ മുതലാളിയായിട്ടുള്ള മുത്തശ്ശൻ എന്താ വന്നിട്ടുണ്ട് എന്ന് പറയാണ്. കിന്തു പഹലെ റസിയ നിക്കൽ നെഹി രഹി, കൈസെ നിക്കലെ ബീമാരി കെ മൈലെ കുച്ചലെ കപ്പടോ മേ മേരെ സാമനെ കൈസെ ആയി. പക്ഷെ ആദ്യം വിളിച്ചപ്പോൾ തന്നെ റസിയ പുറത്ത് വന്നില്ല. എങ്ങനെ വരാനാണ്? അവൾ വയ്യാതെ കിടക്കുകയാണ്. വെൽ ഡ്രസ്സിലല്ലല്ലോ വയ്യാതെ കിടക്കുന്നത്, മൈലേ കുച്ചലെ അഴുക്ക് പിടിച്ച ഡ്രസ്സിലല്ലേ. അതുകൊണ്ട് അങ്ങനെയുള്ള ഡ്രസ്സിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ വരിക എന്നുള്ളത് ആലോചിച്ചിട്ട് നിന്നതാണ്. ഇല്ലെങ്കിൽ എങ്ങനെ വരാനാണ്? रसिया ने अपनी पोती को तो भेज दिया, किंतु उसे विश्वास न हुआ कि हवा खाड़ी पर आने वाला नेदा अब उसके घर तक आने की तकलीफ कर सकेगा. ആക്ച്വലി റസിയ തന്നെയാണ് അവളുടെ പേരക്കുട്ടീനെ അങ്ങോട്ട് അയച്ചത്. പക്ഷെ അവൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഇത്രയും വലിയൊരു നേതാവ് തൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അയച്ചു, പക്ഷെ എന്തെങ്കിലും തിരക്ക് പറഞ്ഞിട്ട് പോകുമെന്നാണ് അവൾ വിചാരിച്ചത്. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ അവൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ മാലിക് ദാദ വന്നു എന്ന് വിളിച്ചു പറയുന്ന സമയത്ത് അകത്തുനിന്ന് ഒരു വോയിസ് കേട്ടു, മേ ആ റഹാഹും, ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് മരുമക്കളുടെ അടുത്ത് പറയാണ്, ज़रा मेरा कपड़े तो बदलाव दो, मालिक से कितनों दिनों पर भेंट हो रही है ना. മരുമക്കളുടെ അടുത്ത് പറയാണ്, എൻ്റെ ഡ്രസ്സ് ഒന്ന് മാറ്റണം, ആ മുതലാളീനെ ഒരുപാട് കാലത്തിന് ശേഷം കാണുകയല്ലേ എന്ന് പറയാണ്. ഇസ്കി ദോനോ പതോഹിയം ഉസേ സഹാര ദേക്കർ ആംഗൻ മേ ലേ ആയി. റസിയ ഹാം മേരെ സാമനെ റസിയ ഘടി थी. രണ്ട് മരുമക്കളുടെ സഹായത്തോട് കൂടിയിട്ട് റസിയ എൻ്റെ മുന്നിലേക്ക് വന്നു, മുറ്റത്ത് വന്നു നിന്നു. റസിയ ആ പഴയ റസിയ, ഹാ മേരെ സാമനെ റസിയ ഘടി थी, എൻ്റെ മുന്നിൽ റസിയ നിൽക്കുകയാണ്. ദുബലി പത്തിലി റൂക്കി സൂക്കി, മെലിഞ്ഞുണങ്ങി വയസ്സായ റസിയാണ് ഇപ്പം നിൽക്കുന്നത്. किंतु जब नास्तिक आकर उसने मालिक सलाम कहा, उसके चेहरे से एक क्षण के लिए झुर्रियाँ कहाँ चली गई, जिन्होंने उसके चेहरे को मकरजाल बना रहा था. പക്ഷെ എപ്പോഴാണോ അവൾ എൻ്റെ മുന്നിൽ വന്നിട്ട് സലാം മാലിക്, ഇല്ലെങ്കിൽ നമസ്കാരം എന്ന് പറയൂലേ, സലാം പറഞ്ഞത്, ആ ഒരു നിമിഷത്തിൽ അവളുടെ മുഖത്തുള്ള ജുറിയാം എന്ന് വെച്ചാൽ ചുളിവുകൾ, ജിനോനെ ഉസ്കെ ചേരേക്കോ മക്കഡ്ജാൽ ബനാ രഖാ താ. മക്കഡ്ജാൽ എന്ന് വെച്ചാൽ ചിലന്തി വല പോലെ അവളുടെ മുഖത്തുണ്ടായിരുന്ന ചുളിവുകൾ, വയസ്സാം കാലത്ത് മനുഷ്യരുടെ മുഖത്ത് വരുന്ന ചുളിവ്, അത്രയും വയസ്സായിട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണ് കേട്ടോ. ആ ചുളിവുകൾ ഒറ്റ നിമിഷത്തേക്ക് ഇല്ലാതായി എന്ന് പറഞ്ഞാൽ യോദ്ധർക്ക് തോന്നുകയാണ്. मैंने देखा उसका चेहरा अचानक बिजली के बल्ब की तरह चमक उड़ा और चमक उड़ी वो नीली आंखें जो कोटरों में धंस गई थी. അതായത് കോട്രോമേ ധൻസ് ഗൈ എന്ന് വെച്ചാൽ കുഴിയിൽപ്പെട്ട. വയസ്സാകുമ്പോൾ നമ്മുടെ മുഖത്തും ശരീരത്തിനൊക്കെ ഒരുപാട് പ്രത്യേകതകൾ വരും അല്ലേ. അപ്പോൾ ചുളിഞ്ഞ് ചിലന്തി വല പോലെ മുഖത്തൊക്കെ നമ്മുടെ സ്കിന്ന് ഇങ്ങനെ ചുളിഞ്ഞ് വരും. അതുപോലെ റസിയൻ്റെ മുഖമൊക്കെ ചുളിഞ്ഞിട്ടുണ്ട്, ആ ചുളിവൊക്കെ ഇപ്പം മാറി. അതുപോലെ കോട്രീമി ഗുസി എന്ന് വെച്ചാൽ
കുഴിയിൽപ്പെട്ട കണ്ണുകൾ. ഒരു നിമിഷത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് സലാം പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് തോന്നുന്നത് ആ ഒരു നിമിഷത്തേക്ക് അവളുടെ മുഖത്തിലെ ചുളിവുകൾ മാറി. അതുപോലെ തന്നെ കുഴിയിൽ പെട്ട് കിടക്കുന്ന അവളുടെ നീല കണ്ണുകൾ ബൾബ് പോലെ പ്രകാശിച്ചു. ബിജലി കി തര ചമക്കുട, പ്രകാശിച്ചു. ഔർ അരേ ചമക്കുടി ഹേ ആജ് ഫിർ വോ ചാന്ദി കി ഭാലിയ. അതുപോലെ തന്നെ അവളുടെ കമ്മലുകൾ, വെള്ളി കമ്മലുകൾ പണ്ടത്തെ പോലെ തന്നെ തിളങ്ങി. अपने को पवित्र बालिया और देखो अपने को पवित्र कर लो. उसके चेहरे पर फिर अचानक लटक कर चमक रही है वो लटे जिन्हें समय ने धो पोंछ कर शुभ्र श्वेत बना दिया. അവളുടെ മുഖവും അതുപോലെ എന്താണ് തിളങ്ങാൻ തുടങ്ങി. പണ്ട് കണ്ട ആ ഒരു തിളക്കം അതുപോലെ തന്നെ ഇപ്പോഴും അവളുടെ മുഖത്ത് നല്ല വെളുത്ത പുഞ്ചിരിയായിട്ട് നിൽക്കുന്നുണ്ട്. സമയത്തിൻ്റെ ആ ഒരു ഇല്ലെങ്കിൽ കാലത്തിൻ്റെ മാറ്റം കൊണ്ട് പല വ്യത്യാസങ്ങളും മനസ്സിനും ശരീരത്തിനും വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് മനസ്സിന് അത് അത്രയ്ക്കും ബാധിക്കുന്നില്ല. ശരീരത്തിന് പല വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു നിമിഷത്തിൽ പണ്ടത്തെ റസിയനെ കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ രാംവൃക്ഷ് ബേനിപുരി ജി എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മാറ്റി കെ മൂർത്തി എന്ന് പറയുന്ന രേഖാചിത്രങ്ങളുടെ സങ്കലനത്തിൽ എഴുതിയിട്ടുള്ള ഫസ്റ്റ് രേഖാചിത്ര റസിയ. അപ്പോൾ രാംവൃക്ഷ് ബേനിപുരി ജിയും റസിയും തമ്മിലുള്ള ഒരു ആത്മബന്ധം, ആ ഒരു പവിത്ര റിഷ്ത, അവർ തമ്മിൽ പ്രേമവും ഇല്ല, അതുപോലെ ന പ്യാരി തഥാ ന ദോസ്തി, ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് പെരുമാറുന്ന പോലുള്ള ഒരു റിലേഷൻ റസിയും രാംവൃക്ഷ് ബേനിപുരിയും ജിയും ഇല്ല. പണ്ട് മുതലേ ഇടയ്ക്കിടയ്ക്ക് ഗ്രാമത്തിൽ വരുമ്പോൾ കാണും, സംസാരിക്കും, 1-2 വട്ടം പട്ടണത്തിൽ വെച്ച് കണ്ടു. അത് ലാസ്റ്റ് ടൈമിൽ, അതായത് ചെറുപ്പം മുതൽ അവരുടെ വയസ്സാം കാലം വരെ അവർ തമ്മിലുള്ളൊരു റിലേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ റിലേഷന് വ്യക്തമായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സാണ് ഇല്ലെങ്കിൽ ഞങ്ങൾ ലവേഴ്സാണ് എന്ന് പറയാനുള്ള ഒരു കറക്റ്റ് കോട്ടൊന്നുമില്ല, ഒരു ക്യാപ്ഷനൊന്നുമില്ല. പക്ഷെ ഒരു പവിത്ര റിഷ്ത, ഒരു നല്ല ആത്മബന്ധം അവർ തമ്മിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ റസിയ ഒരു ചെറിയ കുട്ടി ആയിട്ടുള്ള ഒരു ചൂട്ടിഹാരൻ, അവർ ഫുൾ ടൈം നമ്മുടെ കൂടെ ഇങ്ങനെ രാംവൃക്ഷ് ബേനിപുരി ജിൻ്റെ മനസ്സിൽ എങ്ങനെയാണോ സഞ്ചരിച്ചത് ഇല്ലെങ്കിൽ അവരുടെ ഓർമ്മകളിൽ എങ്ങനെയാണോ റസിയ എന്നുള്ള കഥാപാത്രം ഉള്ളത്, അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഏകദേശം റസിയനെ കുറിച്ചിട്ടുള്ളൊരു അവളുടെ ക്യാരക്ടറിനെയും അതുപോലെ റസിയ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മുടെ മനസ്സിലും വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയാണ് റസിയ എന്നുള്ള പാഠഭാഗം. താങ്ക് യു.